പബ്ലിക് സ്പേസിൽ പാർട്ട്ണറെ കുറിച്ച് വാചാലരാവുന്നവർ നമുക്കിടയിലുണ്ട്. പക്ഷെ സ്വന്തം ഇമേജ് കൂട്ടാൻ അവരെ പൊക്കിയടിച്ച് പറയുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിറ്റുവേഷൻഷിപ്പ്, ഗോസ്റ്റിംഗ്, ബ്രെഡ് ക്രംബിംഗ് പോലെ തരംഗമാവുകയാണ് പുതിയൊരു ജെൻസി വേർഡ് ത്രോണിംഗ്. പേര് പോലെ തന്നെ സിംഹാസനത്തിലിരുത്തലാണ് പരിപാടി. പങ്കാളിയുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ, അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, സൗന്ദര്യം അല്ലെങ്കിൽ പോപ്പുലാരിറ്റി, സാമ്പത്തിക ഭദ്രത, അങ്ങനെ പൊക്കിപ്പറഞ്ഞ് അങ്ങ് അറ്റമെത്തിച്ച് അയാളെ ഒരു രാജാവിനെ പോലെ സിംഹാസനത്തിൽ ഇരുത്തി കളയും. തീർന്നില്ല, പേഴ്സണൽ സ്പേസിനേക്കാൾ പൊതുസ്ഥലങ്ങളിൽ പാർട്ണർക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ, ഡേറ്റ് ചെയ്യുന്ന ആളെ ഒരു വ്യക്തിയായി പോലും പരിഗണിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പ്രദർശന വസ്തു പോലെ സിംഹാസനത്തിൽ ഇരുത്തുന്ന രീതി. അയാളോട് കാണിക്കുന്ന സ്നേഹം പോലും പൊള്ളയായിരിക്കും. ഡേറ്റ് ചെയ്യുന്ന വ്യക്തി പ്രശസ്തനോ ഉന്നതനോ ആവുമ്പോൾ അതിൻ്റെ ഗുണം തനിക്കും കൂടി കിട്ടുമെന്ന ധാരണയാണ് ഇതിന് പിന്നിൽ. പക്ഷേ സിംഹാസനത്തിലിരിക്കുന്ന ആൾക്ക് താൻ ടൂളാക്കപ്പെടുകയാണെന്ന് മനസ്സിലാവുകയില്ല. ആദ്യമൊക്കെ അയാൾ അത് എൻജോയ് ചെയ്യും. തൻ്റെ പങ്കാളി എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുവെന്നോർത്ത് അഭിമാനം കൊള്ളും. പക്ഷെ ഒരാവശ്യം വന്നാൽ, ഇമോഷണലി വീക്കാവുമ്പോൾ, കൂടെ വേണമെന്ന് തോന്നുമ്പോഴൊന്നും അപ്പുറത്തുള്ളയാളെ കിട്ടില്ല. ആളുകൾ ഉള്ളപ്പോഴുള്ള പൊള്ളയായ സ്നേഹപ്രകടനവും ഭംഗിവാക്കുകളുമല്ലാതെ മറ്റൊന്നും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് പതുക്കെ തിരിച്ചറിയും. മറ്റുള്ളവർക്കിടയിൽ നിലയും വിലയും സ്വാധീനവും ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് താനുമായി ഡേറ്റ് ചെയ്യുന്നതെന്ന് അയാൾ മനസ്സിലാക്കും. ഉയർന്ന പദവിയുള്ള ഒരാളുമായി ഡേറ്റ് ചെയ്യുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യുന്ന ഹൈപ്പർഗമിയുടെ മറ്റൊരു രൂപമാണ് ത്രോണിംഗ്. ഡേറ്റിംഗിന്റെ തുടക്കം മുതലേ ഇതെല്ലാം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയുടെ വരവോടെയാണ് ഇത് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആയത്. ത്രോണിംഗ് പൂർണ്ണമായും മോശമാണെന്ന് പറയാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് ഇരു പങ്കാളികളും വ്യക്തമായ ധാരണയോടെയാണെങ്കിൽ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് ചൂഷണമാണ്. ചെറിയ കാലം മാത്രം ആയുസും താൻ സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാനുള്ള ടൂൾ എന്ന തിരിച്ചറിവും അപ്പുറത്തുള്ളയാളിൽ വേദന മാത്രമാണ് ബാക്കി വയ്ക്കുക.